പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൻ്റെ നിലവിലെ സ്ഥിതി വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്നത് ഇസ്രായേലിയൻ സൈനിക ഇൻ്റലിജൻസ് മേധാവി ലോമി ബൈഡൻ്റെ പ്രസ്താവനയാണ്. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയെ, അതായത് ഗസ ഏറ്റെടുത്ത് അവിടെ ഒരു തുറമുഖ ടൂറിസം നഗരമായി വികസിപ്പിക്കും എന്ന രീതിയിലുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയെ ഇസ്രായേലിൻ്റെ സൈനിക ഇൻ്റലിജൻസ് മേധാവി കാണുന്നത് അത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുവാനുള്ള ഒരു തീരുമാനമായിട്ടായിരിക്കും എന്നാണ്. കാരണം ഗസയിൽ നിന്നല്ലാതെ ഇപ്പോൾ താരതമ്യേന സമാധാനപൂർണമായി വർദ്ധിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ നിന്ന് പോലും ഇസ്രായേലിനെതിരെ ഈ തീരുമാനം കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും എന്ന രീതിയിലാണ് ഇസ്രായേലി സൈനിക ഇൻ്റലിജൻസ് മേധാവി ലോമി ബൈഡൻ്റെ പ്രസ്താവന വരുന്നത്. അതായത് ഈ ഗസയുടെ ഏതെങ്കിലും പ്രദേശം അമേരിക്ക ഏറ്റെടുക്കുകയാണെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് പോലും ഫലസ്തീൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് പോലും ഇസ്രായേലിനെതിരെ കടുത്ത ആക്രമണങ്ങൾ ക്ഷണിച്ചു വരുത്തും. അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും എന്ന രീതിയിൽ ലോമി ബൈഡൻ്റെ സൈനിക ഇൻ്റലിജൻസ് മേധാവിയുടെ പ്രസ്താവന വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഒന്നോർമ്മിക്കുക, സൈനിക ഇൻ്റലിജൻസ് മേധാവിയാകുമ്പോൾ അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ സൈനിക ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത് പറയുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഉണ്ട്. സൈനിക ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചതെന്നാണ് ഇസ്രായേലി ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഗൗരവം ഊഹിക്കാവുന്നതാണ്. കാരണം അങ്ങനെ ഒരു സാധ്യതയ്ക്ക് എന്തെങ്കിലും കാരണവശാൽ ഗസ അമേരിക്ക ഏറ്റെടുത്ത് ഒരു തുറമുഖ ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പക്ഷം, ഗസയിൽ നിന്ന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന പക്ഷം, ഫലസ്തീനിൽ മറ്റുള്ള ഭാഗങ്ങളും ഒക്കെ കൂടുതൽ രക്തരൂക്ഷിതമായ പ്രക്ഷോഭങ്ങൾ ഇസ്രായേലിന് നേരെ തുടങ്ങുന്നതിന് കാരണമാകും എന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ സൈനിക ഇൻ്റലിജൻസ് മേധാവിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു എന്ന രീതിയിൽ ഇസ്രായേലി ടൈംസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് വായിക്കേണ്ടി വരിക. മറ്റൊന്ന്, ഇതിനെ പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി, ഇസ്രായേലി ഗഡ്സ് ഹൻസി ഹലേവി എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ സൈനിക മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ട് വരുന്നു. കാരണം ഈ ലോമി ബൈഡൻ്റെ പ്രസ്താവനയ്ക്കെതിരെ നടപടികൾ എടുക്കണം. കാരണം ഒരു രാജ്യത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അത് പൊതുമാധ്യമങ്ങളിൽ, പൊതു ഇടങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ, പത്രങ്ങളിലൊക്കെ ചർച്ചയാകുന്നത് രാജ്യത്തിനെ സംബന്ധിച്ച് പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ ലോമി ബൈഡനെതിരെ നടപടികൾ ഉണ്ടാകണമെന്ന് ഇസ്രായേലി ഗഡ്സ് എന്ന ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഹാൻസി ഹലേവി എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ സൈനിക മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതായുള്ള ചില വാർത്തകളും പുറത്തു വരികയാണ്. എന്ന് വെച്ചാൽ ഇസ്രായേലിനാണ് ഇപ്പോൾ ഇത് തിരിച്ചടിയായി വന്നിരിക്കുന്നത്. അഥവാ ഇസ്രായേലിൻ്റെ അകത്ത് കൂടുതൽ ആഭ്യന്തര പ്രശ്നങ്ങൾ, ഉദ്യോഗസ്ഥന്മാരും അതുപോലെ മന്ത്രിമാരും പ്രതിരോധ മന്ത്രിമാരും സൈനിക നേതൃത്വവുമൊക്കെ തമ്മിൽ പരസ്പരം കലഹിക്കുന്നതിന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗസ ഏറ്റെടുക്കും എന്ന പ്രസ്താവന കാരണമായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഗസയെ ഒന്ന് പ്രതിരോധത്തിലാക്കുവാൻ, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളൊക്കെ ഒന്ന് പ്രതിരോധത്തിലാക്കുവാൻ പറഞ്ഞതാണെങ്കിലും പക്ഷേ ഇപ്പോൾ അടി തിരിച്ചു കിട്ടിയിരിക്കുന്നത് ഇസ്രായേലിനാണ് എന്ന രീതിയിലാണ് സംഭവങ്ങളുടെയൊക്കെ വിലയിരുത്തൽ നടത്തുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു സത്യം. മറ്റൊന്നുകൂടി പുറത്തു വരുന്നുണ്ട്. ഗസ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ല എന്ന് ഹമാസ് വ്യക്തമാക്കിയാണ്. ഗസയുടെ മേലിൽ അമേരിക്കയുടെ ഈ വാദഗതി, അഥവാ ഗസ ഏറ്റെടുത്തുകൊണ്ട് അതൊരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റി ഗസയെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് ഈജിപ്തിലോട്ടും അതുപോലെ ജോർദാനിലോട്ടും ഗസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനത്തിനെതിരെ ഹമാസിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രതികരണവും വന്നിരിക്കുന്നു. ഗസ വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് ഹമാസ് വ്യക്തമാക്കിയാണ്. റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യങ്ങളുടെ പേരിൽ ഗസയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുവാനുള്ള ശ്രമം, ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കുവാനുമുള്ള ശ്രമം വൻപിച്ച തിരിച്ചടികൾക്ക് കാരണമാകുമെന്ന് ഹമാസിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രസ്താവന വന്നിരിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഗസയിൽ എന്താണോ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് അതിന് വിപരീതമായ ഫലങ്ങളാണ് ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പാർപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അത് ഇസ്രായേലിൻ്റെ അകത്താണ് കൂടുതൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ മന്ത്രിമാരും അതുപോലെ ഇസ്രായേലിൻ്റെ സൈനിക നേതൃത്വം തമ്മിലാണ് ഇതുമായി ബന്ധിപ്പിച്ച് കൂടുതൽ സംഘർഷങ്ങൾ ഉരുത്തിരിയുന്നത് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത്. പ്രത്യേകിച്ചും സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ പ്രത്യക്ഷമായി തന്നെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നു, ഗസയിലെ
അഥവാ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകുന്നത് വരെ, ജെറുസലേം കേന്ദ്രീകൃതമായി സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാകുന്നത് വരെ ഇസ്രായേലുമായിട്ട് യാതൊരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവും ഉണ്ടാകില്ല എന്ന് സൗദി അടിവരവിട്ട് പറഞ്ഞിരിക്കുന്നു. അതിന് മറുപടിയായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സൗദിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഗസയിലെ ജനങ്ങളെ അവിടെ പാർപ്പിച്ച് സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം സൗദിയിൽ സ്ഥാപിക്കണമെന്നാണ്. അതിന് പകരമായി സൗദിയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവന വളരെ ശക്തമായ രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഗസയിലെ നിവാസികൾ അഥവാ ഫലസ്തീനികൾ ആ പ്രദേശത്ത് നിന്ന് എവിടെയും പോകുന്നില്ല, അവിടെ തന്നെ ഉണ്ടാകും എന്ന രീതിയിൽ വളരെ ശക്തമായി തന്നെ സൗദി അറേബ്യയും ഈജിപ്തും ജോർദാനുമൊക്കെ പ്രതികരിക്കുന്ന സമയം കൂടിയാണിത് എന്നത് പ്രത്യേകം ഓർത്തു വയ്ക്കേണ്ടത്. മറ്റൊന്ന്, അടുത്ത ഘട്ട ചർച്ചകൾക്കായി ഖത്തറിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുവാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്. അടുത്ത ഘട്ടങ്ങളിലേക്ക് ഇസ്രായേൽ പ്രതിനിധികളെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ചില ബന്ദികൾ, ഹമാസിൻ്റെ തടവറയിലുണ്ടായിരുന്ന ചില ബന്ദികൾ പുറത്തു വന്നപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇസ്രായേൽ ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുക്ക് ചില ബന്ദികൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ വർദ്ധിക്കപ്പെട്ടു എന്നൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ നിലയിൽ തന്നെ അടുത്ത ഘട്ട ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പിന്മാറുമോ എന്നൊക്കെ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത ഘട്ടങ്ങൾക്കും പ്രതിനിധിയെ അയക്കും എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ അടുത്ത ഘട്ട പ്രതിനിധി സംഘത്തെയും അയക്കുവാൻ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തീരുമാനമുണ്ടായിരിക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അതായത് പശ്ചിമ ഏഷ്യയിൽ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നതിനോടൊപ്പം തന്നെ ചർച്ചകളും നടക്കുന്നുണ്ട്, ഖത്തറിൻ്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ചരിത്രത്തിലാദ്യമായി ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടുന്ന നിമിഷങ്ങൾ കൂടിയാണിത്. നേരത്തെയൊക്കെ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ 2000-ലും 90-കളിലുമൊക്കെ ഏകപക്ഷീയമായി ഇസ്രായേലിന് അനുകൂലമാകുമായിരുന്ന രാജ്യങ്ങൾ കൂടുതൽ വ്യക്തമായി തന്നെ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പിന്തുണയ്ക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം ഹമാസിൻ്റെ നേതാക്കന്മാർ, അലി മർസൂക്കിൻ്റെ നേതൃത്വത്തിൽ ഹമാസിൻ്റെ നേതാക്കന്മാർ റഷ്യൻ വിദേശകാര്യ സഹമന്ത്രിയെ സന്ദർശിക്കുകയും അദ്ദേഹം ഗസയുടെ മേൽ യാതൊരുവിധ സായുധ നടപടികൾക്കും യാതൊരു രാജ്യത്തെയും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹമാസിൻ്റെ പ്രതിനിധികൾ സൗദി അറേബ്യ സന്ദർശിക്കുന്ന സമയം കൂടിയാണിത്. അപ്പോൾ അന്തർദേശീയ തലങ്ങളിലൊക്കെ ഗസയുടെ വിമോചനത്തിന് അനുകൂലമായ ഖുദ്സ് കേന്ദ്രമായി ഹമാസിൻ്റെ സമര പോരാട്ടങ്ങളുടെ ഫലമായിട്ട് ഖുദ്സ് കേന്ദ്രമായി ഒരു സ്വതന്ത്ര ഫലസ്തീൻ സ്ഥാപിക്കപ്പെടുന്ന ഏറ്റവും ആനന്ദകരമായൊരു നിമിഷത്തിലേക്കാണ് കടന്നു പോകുന്നതെന്ന സ്ഥിതിവിശേഷം കൂടി ലോകം ചർച്ച ചെയ്യണം. എന്തായാലും ഗസ അല്ലെങ്കിൽ ഫലസ്തീൻ സ്വതന്ത്രമാകുന്നതോടൊപ്പം തന്നെ ഇസ്രായേലും സ്വതന്ത്രമാകട്ടെ എന്ന ഇസ്രായേലിൻ്റെ ജനതയും സന്തോഷത്തിൽ വർദ്ധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സയണിസ്റ്റ് മനോഭാവമുള്ള ആളുകൾ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വന്തം രാഷ്ട്രത്തെ എതിർക്കുന്നുണ്ടെങ്കിലും അവിടെ പോലും ഫലസ്തീൻ അനുകൂലമായ ചില മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ ഫലസ്തീൻ അനുകൂലമായ ചിന്തകൾ സയണിസത്തിൻ്റെ പിടിയിൽപ്പെടാത്ത നിഷ്പക്ഷരായ ജൂത ജനത പ്രകടിപ്പിക്കുന്നു എന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്തായാലും ഫലസ്തീനും ഇസ്രായേലും സ്വതന്ത്ര രാഷ്ട്രങ്ങളായി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇരു രാജ്യത്തെ ജനതയും സമാധാനമായി പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.